അടിമാലിയിൽ കേരള ബാങ്ക് പൂട്ടിയ അക്ബർ ബനാന മെർച്ചന്റ് വാഴക്കുല സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചു. ഈ സ്ഥാപനം പ്രവർത്തിക്കുന്ന റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ കെട്ടിടം കേരള ബാങ്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പൂട്ടി സീൽ ചെയ്യുകയായിരുന്നു. വ്യാപാരി സയ്യിദ് മുഹമ്മദ് ഹൈക്കോടതിയെ സമീപിക്കുകയും പെട്ടെന്ന് നശിച്ചു പോകാനിടയുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും ആവശ്യമെങ്കിൽ സ്ഥലത്തു നിന്നും മാറ്റുന്നതിനുമുള്ള അനുമതി ഹൈക്കോടതി നൽകുകയാണുണ്ടായത്. കഴിഞ്ഞ ദിവസം അടിമാലിയിൽ കേരള ബാങ്ക് പൂട്ടിയ അക്ബർ ബനാന മെർച്ചന്റ് സ്ഥാപനം തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് PM ബേബി പറഞ്ഞു. കേരള ഹൈക്കോടതിയുടെ വിധിയുണ്ടായിട്ടും സ്റ്റേയുണ്ടായിട്ടും വാഴക്കുല വ്യാപാരം നടത്തുന്ന സ്ഥാപനം അടച്ചുപൂട്ടിയ നടപടി ഹൈക്കോടതിയുടെ ഉത്തരവോടെ വീണ്ടും തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ അനുമതി ലഭിച്ചതായും PM ബേബി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ കെട്ടിടം കേരള ബാങ്ക് ഏറ്റെടുത്തത്. വാടകക്കാരനായിരുന്ന വ്യാപാരിക്ക് ഇതോടെ ലക്ഷങ്ങളാണ് നഷ്ടമായത്. അടിമാലി മൂന്നാർ റോഡിൽ പ്രവർത്തിക്കുന്ന അക്ബർ ബനാന മെർച്ചന്റ് എന്ന സ്ഥാപനമാണ് കേരള ബാങ്ക് മുന്നറിയിപ്പില്ലാതെ പൂട്ടി സീൽ ചെയ്തത്. മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ നിന്നാണ് കടമുറി വാടകയ്ക്കെടുത്തത്. മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ കുടിശ്ശിക ഈടാക്കാൻ കെട്ടിടവും ജപ്തി ചെയ്തതാണ് വ്യാപാരിക്ക് തിരിച്ചടിയായത്. കേരള ബാങ്ക് പൂട്ടിയ സ്ഥാപനം ഹൈക്കോടതിയുടെ ഉത്തരവോടെ തുറന്നു പ്രവർത്തിക്കുവാൻ അനുമതി ലഭിച്ചതായും PM ബേബി പറഞ്ഞു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ടും സ്റ്റേ ഉണ്ടായിട്ടും വാഴക്കുല പഴുത്ത വാഴക്കുലകൾ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം അടച്ചുപൂട്ടിയ കേരള ബാങ്കിൻ്റെ നടപടി ഇന്നിതാ ഹൈക്കോടതിയുടെ വീണ്ടും ഉത്തരവോട് കൂടിയിട്ട് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരികയും രാഷ്ട്രീയക്കാർ ഭരിക്കുകയൊക്കെ ചെയ്യുന്ന കേരള ബാങ്ക് ബ്ലേഡ് പലിശയാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബ്ലേഡ് പലിശ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കാണ്. വ്യാപാരിയായ സയ്യിദ് മുഹമ്മദ് ഹൈക്കോടതിയെ സമീപിക്കുകയും ഇതേ തുടർന്ന് തന്റെ വ്യാപാര സ്ഥാപനത്തിലെ വാഴക്കുലകൾ വിൽക്കുന്നതിനും ആവശ്യമെങ്കിൽ ഇവ സ്ഥലത്തു നിന്നും മാറ്റുന്നതിനുമുള്ള അനുമതി ഹൈക്കോടതി നൽകുകയാണുണ്ടായത്. വാടക കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യാപാരിയുടെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഉൽപ്പന്നങ്ങൾ മാറ്റാനുള്ള സാവകാശം പോലും നൽകാതെ ലക്ഷക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഇരിക്കുന്ന കടപൂട്ടി സീൽ ചെയ്ത നടപടിയിൽ വ്യാപാരി സമൂഹം പ്രതിഷേധം അറിയിക്കുന്നതായും PM ബേബി പറഞ്ഞു. വ്യാപാരിക്ക് പിന്തുണയുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ എത്തിച്ചേർന്നിരുന്നു. വ്യാപാരികൾക്കെതിരെ ദയാദാക്ഷിണ്യമില്ലാത്ത നടപടി സ്വീകരിച്ച കേരള ബാങ്കിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. ജനവിരുദ്ധവും നിഷേധാത്മകവുമായ കേരള ബാങ്കിന്റെ നടപടിയെ അപലപിക്കുകയും ഇവരുമായുള്ള വ്യാപാരികളുടെ ഇടപാടുകൾ പുനഃപരിശോധിക്കുവാനും ഏകോപന സമിതി ആലോചിക്കുന്നതായും PM ബേബി പറഞ്ഞു. ഒരു ദിവസം പോലും അവധി ഈ സാധനങ്ങൾ എടുത്തു മാറ്റാൻ പോലും ഉള്ള അനുവാദം കൊടുക്കാതെ ഈ സ്ഥാപനം അടച്ചുപൂട്ടാൻ തയ്യാറായത്. യാതൊരു ബാധ്യതയും കേരള ബാങ്കുമായിട്ടില്ലാത്ത ഒരു സ്ഥാപനം, അതായത് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ സ്ഥലം ജപ്തി ചെയ്യുന്നു എന്നുള്ള പേരിലാണ് ഈ സ്ഥാപനം അടച്ചുപൂട്ടാൻ വന്നത്. വ്യാപാരികൾ ഇടപെട്ടു. പക്ഷേ ആ വ്യാപാരികൾ ഇടപെട്ടപ്പോൾ ധിക്കാരപരമായ നിലപാടാണ് കേരള ബാങ്കിൻ്റെ അധികാരികൾ കാണിച്ചത്. അവരെ ഒരു നിമിഷം പോലും ഇതിന് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പൂട്ടിപ്പോയത്. മെർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സാൻഡി മാത്യു, ജില്ലാ വെൽഫെയർ സൊസൈറ്റി ചെയർമാൻ ഡയസ് ജോസ്, മണ്ഡലം ജനറൽ സെക്രട്ടറി ഷിബു തെറ്റിയിൽ, PN മുരളീധരൻ നായർ, റെജി നളന്ത, സിബിരാജ്, രാജൻ വാടിയരികിൽ തുടങ്ങിയവർ വ്യാപാരിക്ക് പിന്തുണയുമായി എത്തിച്ചേർന്നു. ഇനിയും ഇത്തരത്തിലുള്ള നടപടികളുണ്ടായാൽ പ്രതിരോധിക്കുമെന്നും ഏകോപന സമിതി അറിയിച്ചു. അക്ബർ ബനാന മെർച്ചന്റ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് പിന്തുണയുമായി ഏകോപന സമിതി ഒപ്പമുണ്ടാകുമെന്നും ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, അടിമാലി.